നമുക്ക് എരിവിറച്ചി വെച്ചാൽ അതിലേക്ക് ആവശ്യം ഇറച്ചിയാണ്. അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും പേപ്പറും എല്ലാം ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് 1.5 സ്പൂൺ കടുകാണ് കേട്ടോ. കടുക് ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. അതും ചതച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും അതും ചതച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് നമുക്ക് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും പേപ്പറും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന കടുകും ചേർത്ത് അതിലേക്ക് ആവശ്യമായ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്ക് വിനാഗിരിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കുഴച്ച് നന്നായിട്ട് എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇറച്ചി വേഗമുള്ള ഒരു ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് നമുക്ക് അത് അടക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇറച്ചി റെഡി ആയിട്ടുണ്ട്. വേറൊരു ചട്ടി എടുത്ത് നമുക്ക് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് വെന്തിരിക്കുന്ന ഇറച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് എരിവ് ഇറച്ചി റെഡിയായി. അപ്പോൾ നമുക്ക് ഇത്തിരി ചോറ് വെന്തിരിക്കുന്ന എരിവ് ഇറച്ചിയും ഇച്ചിരി മോരും കൂടി കൂട്ടിക്കഴിക്കാം. അപ്പോൾ അടിപൊളിയാണ്.